ദശാബ്ദങ്ങളായി രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നതിനായി ദേശവിരുദ്ധ ശക്തികൾ ഇന്ത്യയിലെ യുവജനങ്ങളെ ലഹരിയുടെ പാതയിലേക്ക് തള്ളിവിടുകയാണ്. നിയമങ്ങൾക്കും കേന്ദ്ര സംസ്ഥാന അധികാരികൾക്കും വിവിധ വകുപ്പുകൾക്കുമിടയിൽ ഏകോപനമില്ലായ്മയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതും സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കി. आप न केवल खुद की जान जोखिम में डाल रहे हैं, बल्कि अपने परिवार व अपने दोस्तों को भी, आपको चाहने वालों को भी दुखी कर रहे हैं, उन्हें परेशानी में डाल रहे हैं. ലഹരിക്കെതിരെയുള്ള സർക്കാർ നടപടി കാര്യക്ഷമമാക്കാൻ സമ്പൂർണ്ണ ഗവൺമെന്റ് നയത്തിന് കീഴിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പലതവണ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഈ പ്രചാരണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഇന്ത്യയെ ലഹരിമുക്തമാക്കുമെന്ന പ്രതിജ്ഞയെടുത്തു. ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ലഹരിക്കെതിരെ പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും സഹകരണത്തോടെ ഈ പ്രചരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ വകുപ്പുകൾക്കിടയിലും ഏകോപനം ഉണ്ടാക്കേണ്ടതുൾപ്പെടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ നേതൃത്വത്തിൽ നിരവധി ഫലപ്രദമായ നടപടികൾ എടുത്തിട്ടുണ്ട്. എൻകോഡിലെ 4 ടയർ വ്യവസ്ഥയിലൂടെയുള്ള ഏകോപനം ഇതിലൊന്നാണ്. എൻകോഡിലെ മുഴുവൻ പങ്കാളികളുടെയും പതിവ് മീറ്റിംഗുകൾക്കുള്ള നിർദ്ദേശങ്ങൾക്ക് പുറമെ എൻകോഡ് പോർട്ടലിൽ ഏകീകൃത ഡാറ്റകളും കോടതി ഉത്തരവുകളും പ്രസക്തമായ നിയമങ്ങളും നിബന്ധനകളും മറ്റും ലഭ്യമാണ്. ഇതിനു പുറമെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സമർപ്പിത ലഹരി വിരുദ്ധ ടാസ്ക് ഫോഴ്സുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 2023 ഏപ്രിൽ 19 ന്യൂഡൽഹിയിൽ ഇതിന്റെ പ്രഥമ ദേശീയ സമ്മേളനം നടത്തി. നിരോധിത മരുന്നുകളിൽ ഡാർക്ക് നെറ്റിന്റെയും ക്രിപ്റ്റോ കറൻസിയുടെയും ഉപയോഗം വളർന്നു വരുന്നത് തടയുന്നതിനായി ശ്രീ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം മാക്കിന്റെ സാധ്യതകൾ വ്യാപിപ്പിക്കുകയും സബ് മാക് ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ലഹരി സംബന്ധമായ കേസുകളിൽ ഡാർക്ക് നെറ്റ്, ക്രിപ്റ്റോ കറൻസി എന്നിവയുടെ വിവരങ്ങളും പങ്കുവയ്ക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം വിവിധ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ വിദ്യാഭ്യാസ വകുപ്പ്, പോസ്റ്റൽ വകുപ്പ് തുടങ്ങി വിവിധ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ പങ്കാളികൾ തമ്മിലുള്ള ഏകോപനം വർദ്ധിച്ചു. ഇതിനു പുറമെ NCB അറസ്റ്റിലായ മുഴുവൻ കുറ്റവാളികളുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഏകീകൃത ഡേറ്റാബേസായ നിദാൻ വികസിപ്പിച്ചു. അന്താരാഷ്ട്ര ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നതിനായി DEA, AAFP, NCA, RCM, PJC തുടങ്ങിയ അന്താരാഷ്ട്ര ഏജൻസികളുമായുള്ള ഏകോപനം മെച്ചപ്പെടുത്തി. മയക്കുമരുന്നിന് അടിമകളായ യുവത ഇരകളാണെന്നും കുറ്റവാളികൾ അല്ലെന്നുമാണ് മോദി ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുവാക്കളെ ലഹരിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുവാനും അവരുടെ പുനരധിവാസത്തിനും പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പ്രചാരണമാണ് നടക്കുന്നത്. जो मादक द्रव्यों का सेवन करते हैं वो बेचारे विक्टिम हैं. हमारा सिस्टम में नाटे उनको वापिस लाने का प्रयास होना चाहिए. ഇതേ കാര്യത്തിനായി NCB ഇന്ത്യയിലുടനീളമുള്ള 372 പ്രശ്നബാധിത ജില്ലകളിൽ നിന്നുള്ള 8000 യുവസന്നദ്ധ സേവകരിലൂടെ മയക്കുമരുന്നിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി വിവിധ പരിപാടികൾ നടത്തിവരുന്നു. ഇതുവരെ 3 കോടിയിലധികം യുവാക്കളും 2 കോടിയിലധികം സ്ത്രീകളും പ്രചാരണത്തിന്റെ ഭാഗമായി. മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ലഹരി ശൃംഖലകൾ കണ്ടെത്തുക, അത് നശിപ്പിക്കുക, കുറ്റവാളികളെ പിടികൂടുക, ലഹരിക്കടിമകളായവരെ പുനരധിവസിപ്പിക്കുക എന്നീ കാര്യങ്ങളിൽ തുല്യശ്രദ്ധ നൽകിക്കൊണ്ട് എല്ലാവരിലേക്കും എത്താനാണ് മോദി ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായുടെ പരിശ്രമങ്ങളും നയങ്ങളും തന്ത്രങ്ങളും ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യത്തെ അതിവേഗം നയിച്ചുകൊണ്ടിരിക്കുന്നു. ലഹരിമുക്ത ഇന്ത്യയാണ് വരാനിരിക്കുന്ന തലമുറയ്ക്കും രാജ്യത്തിന്റെ സുവർണ ഭാവിക്കുമായി നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനം. हम एक ऐसे भारत का निर्माण करें जब देश की आजादी की शताब्दी मनाई जाए, तब भारत और भारत के युवा ड्रग फ्री हो जाए.